രാജ്യത്തെ ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് ഹിമന്ത ബിശ്വ ശർമ്മ. രണ്ടാമതും അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ എല്ലാം തന്നെ ഏറെക്കുറെ പൂർണ്ണമായിട്ടും ബി.ജെ.പി അല്ലെങ്കിൽ സഖ്യകക്ഷികളുടെ ഭരണത്തിലാണ് എന്നുള്ളതാണ്. പശ്ചിമ ബംഗാളും ഇപ്പോൾ ആയിരിക്കുന്നു. ഇനി എന്തായിരിക്കും സാർ ആസാമിൽ സംഭവിക്കാൻ പോകുന്നത്? ആസാം പതിവ് പോലെ അതിൻ്റെ വികസന പ്രക്രിയ തുടരും. ഇപ്പോൾ വടക്ക് കിഴക്കൻ ഭാരതത്തിലെ ഏറ്റവും ശക്തനായ മുഖം ഹിമന്ത ബിശ്വ ശർമ്മയുടേതാണ്. അദ്ദേഹം കോൺഗ്രസ്സിലായിരുന്നു. കോൺഗ്രസ്സിലെ അദ്ദേഹത്തിന് കിട്ടിയ കോൺഗ്രസ്സിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ട്രീറ്റ്മെൻറ്റ് നല്ലതല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസ്സിൽ നിന്നും ബി.ജെ.പിയിലേക്ക് വരുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം ഉണ്ട്, ഗുലാം നബി ആസാദ്, മുൻ കോൺഗ്രസ് നേതാവാണ്, വർക്കിംഗ് കമ്മിറ്റി അംഗം, ജമ്മു കാശ്മീരിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം, കേന്ദ്രമന്ത്രിക്കാണ്. നാഷണൽ കോൺഗ്രസിലേക്ക് അതെ, അല്ല, നാഷണൽ കോൺഫറൻസിലല്ല, അദ്ദേഹം സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, ഈ പറഞ്ഞ പോലെ ഗാന്ധി കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വൈസർമാരിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ഈ ഹിമന്ത ബിശ്വ ശർമ്മ ഉന്നയിച്ച ചില പ്രശ്നങ്ങൾ വളരെ ഗൗരവമുള്ളതായിരുന്നു. അത് പരിഹരിക്കണം എന്ന് രാഹുൽ ഗാന്ധിയോട് അദ്ദേഹം അഭ്യർത്ഥിച്ചപ്പോൾ ആസ്ക് ഹിം ടു ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞു അത്ര. അത് വളരെ മോശമായിട്ടല്ലേ അങ്ങനെ പറയണത്. അത് കഴിഞ്ഞ് അദ്ദേഹം സോണിയാഗാന്ധിയെ കെട്ടിലമ്മയെ പോയി കണ്ടപ്പോൾ പറഞ്ഞു, ഇങ്ങനെയാണ്, നമുക്ക് ഹിമന്ത ബിശ്വ ശർമ്മേനെ നഷ്ടപ്പെടാൻ പറ്റൂല എന്ന് പറഞ്ഞു. അവർ കുറച്ചു നേരം ആലോചിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അയാളോട് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ. അപ്പം അന്ന് അവിടെ തരുൺ ഗൊഗോയ് ആണ് മുഖ്യമന്ത്രി എന്ന് തോന്നുന്നു, കോൺഗ്രസ് മുഖ്യമന്ത്രി. അയാൾക്ക് എന്തൊക്കെയോ നിയമവിരുദ്ധ ഇടപാടുകളുണ്ടായിരിക്കും, അയാൾക്കും അയാളുടെ ഭാര്യയ്ക്കും. ഈ പാകിസ്ഥാൻ ബേസ്ഡ് ഏജൻസികളൊക്കെ ആയിട്ട്, ഇന്ത്യ വിരുദ്ധ ഏജൻസികളൊക്കെ ആയിട്ട് അവർക്ക് രണ്ടു കൂട്ടർക്കും ബന്ധമുണ്ടായിരുന്നു. അവരെന്തൊക്കെയോ ഗൂഢാലോചനകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ വിവരം മുഴുവൻ ഈ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് കിട്ടി. അദ്ദേഹം അത് പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തെ അറിയിച്ചു. അതാണ് അവർക്ക് അദ്ദേഹത്തോട് ദേഷ്യം വരാനുള്ള കാരണം. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നിട്ട് അദ്ദേഹം പറഞ്ഞ്, കഴിഞ്ഞ 20 വർഷമായിട്ട് എൻ്റെ ജീവിതം ഞാൻ വേസ്റ്റാക്കി കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത്. കാരണം അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കുടുംബത്തിനെയാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്. അതേസമയം ഇവിടെ രാഷ്ട്രത്തിനെയാണ് സേവ് ചെയ്യാൻ നമുക്ക് അവസരം കിട്ടുക, ആരാധിക്കാൻ അവസരം കിട്ടുക. എനിക്ക് എൻ്റെ ഭാരതം, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം ബി.ജെ.പിയിലേക്ക് വന്നത്. ബി.ജെ.പിക്ക് കിട്ടിയ നോർത്ത് ഈസ്റ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു പ്രൈസ്ഡ് പൊസിഷനായിരുന്നു ഹിമന്ത് ബിശ്വ ശർമ്മ. ഉടനെ തന്നെ കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരെല്ലാവരും കൂടി അദ്ദേഹത്തെ വർഗീയവാദിയാക്കി മാറ്റി. അദ്ദേഹം ഒരു വർഗീയവാദിയില്ല, ഒന്നുമല്ല. ഈ ആസാമിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിങ്ങിന് അല്ലാതെ പബ്ലിക് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ആൾക്കാർ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതെ, അതുപോലെ നല്ല കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. പിന്നെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഈ ആസാമിലേക്ക് കുടിയേറി പാർത്തിട്ടുള്ള ബംഗ്ലാദേശ് അഭയാർത്ഥികൾ, അനധികൃതമായി ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി പാർത്ത അഭയാർത്ഥികൾ ആസാമിൽ കണ്ടുപോകാൻ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ആസാമിൻ്റെ ഐഡൻറ്റിറ്റി തന്നെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അതുകൊണ്ട് അവർ നിയമവിരുദ്ധമായിട്ട് അവരുടെ പലതും അവർ നേടാൻ സാധിച്ചു. അതിന് തന്നെ കോൺഗ്രസ് പാർട്ടി അതിൻ്റെ ഉത്തരവാദിത്വം. കോൺഗ്രസിൻ്റെ മുൻ മന്ത്രിയും പിന്നെ അത് കഴിഞ്ഞ് രാഷ്ട്രപതിയുമായി മാറിയ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥികളോട് ഇഷ്ടംപോലെ വന്ന് ഇവിടെ ക്യാമ്പ് അടിച്ചോളാൻ പറഞ്ഞു. അയാളുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ചാൽ ആസാമിനെ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ആക്കിയിട്ട് മാറ്റുക, മുസ്ലിം മെജോറിറ്റി സ്റ്റേറ്റ്, അത് കഴിഞ്ഞ് ഇസ്ലാമിക് റിപ്പബ്ലിക് അതാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു അയാളുടെ ലക്ഷ്യം. കുറേയേറെ അയാൾ വിജയിക്കുകയും ചെയ്തു. ആസാമിൽ നല്ലൊരു ശതമാനം ഇസ്ലാമിക് തീവ്രവാദികളുണ്ട്, ഇസ്ലാമിക് സംഘടനകളുണ്ട്. ഇപ്പം തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് ചില മണ്ഡലങ്ങളിൽ നിന്ന് മുസ്ലിം കാൻഡിഡേറ്റ്സ് മാത്രമേ ജയിക്കുള്ളൂ. അതൊരു കോൺഗ്രസിന് 19 പേരാണ് ജയിച്ചത്, 18-19 പേര്. അതിന് ഒരാളൊഴികെ ബാക്കി എല്ലാവരും മുസ്ലിങ്ങൾ. അതങ്ങനെയാണ് പ്രിയൻ. കാരണം മുസ്ലിം അവർ ഇപ്പൊ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ രാമനാഥപുരം എന്ന് പറഞ്ഞ ഒരു ലോക്സഭാ മണ്ഡലമുണ്ട്. അവിടെ മുസ്ലിംസ് അല്ലാതെ വേറെ ആരും മത്സരിച്ച് ജയിക്കാൻ പറ്റൂല, അവർ ജയിപ്പിക്കില്ല. കേരളത്തിലെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? മലപ്പുറത്തോ കോഴിക്കോടോ കണ്ണൂരൊക്കെ ഉള്ള മണ്ഡലങ്ങളിൽ മുസ്ലിംസ് അല്ലാതെ വേറെ ആരെങ്കിലും നിർത്തുമോ?
അപ്പോൾ ആസാം ജനങ്ങൾ വിഭാഗത്തിന് അവരുടെ നിലനിൽപ്പിൻ്റെ ഭയം വന്നു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഹെമന്ത ബിശ്വ ശർമ്മേനെ പറ്റിയ പോലെയുള്ള നേതാവിനെ കിട്ടിയത്. അദ്ദേഹം ഒരു കാര്യം അവർക്ക് ഉറപ്പ് കൊടുത്തു, അനധികൃത കുടിയേറ്റക്കാരെ ഞാൻ ഇവിടുന്ന് തള്ളിവിടും എന്ന് പറഞ്ഞു. ബംഗ്ലാദേശിലേക്ക് തന്നെ തിരിച്ചയക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ ഒരു മന്ത്രി പറയേണ്ട, അധികാരം കിട്ടിയെന്ന് വെച്ചാൽ ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നുള്ള ബംഗ്ലാദേശികളെ ഇവിടേക്ക് വിട്ടാൽ ഞങ്ങൾ ശക്തിയായി പ്രതികരിക്കുന്നൊക്കെയാണ് പറഞ്ഞേക്കണം. അത് ഇങ്ങനെ അവർക്ക് പ്രതികരിക്കാൻ പറ്റും? അവരുടെ നാട്ടിൽ നിന്ന് അനധികൃതമായിട്ട് കുടിയേറി പാർത്തവരാണ് അവരെല്ലാം. ഇപ്പോൾ അമേരിക്കയിലേക്ക് മെക്സിക്കോയിൽ നിന്നൊക്കെയുള്ള ജനങ്ങൾ കുടിയേറി പാർക്കണില്ലേ കള്ളത്തരം കാണിച്ചിട്ട്. അവിടെ അവരുടെ അതിർത്തി, മെക്സിക്കോ അമേരിക്കൻ അതിർത്തി ഓപ്പണായിരുന്നു. അത് മുതലാക്കിക്കൊണ്ട് അവരൊക്കെ അമേരിക്കയിലേക്ക് വന്നു. എന്നിട്ട് അമേരിക്കൻ പൗരന്മാർക്ക് ലഭിക്കേണ്ടുന്ന ഈ ആനുകൂല്യങ്ങൾ മുഴുവൻ ഇവർ തട്ടിയെടുക്കുക. അതുമാത്രമല്ല, വന്നിരിക്കുന്നത് നല്ലൊരു ശതമാനം ക്രിമിനൽസാണ്. കൊലപാതക കേസുകളിലും മയക്കുമരുന്ന് കേസുകളിലൊക്കെ പ്രതി ആയവരാണ്. അത് അമേരിക്കയിലത്തെ ക്രമസമാധാന നിലയിലൊക്കെ കണ്ടുപോകാനും ബാധിച്ചു. അപ്പോഴാണ് ട്രംപ് നിശിതമായിട്ട് വിമർശിച്ച്, ഇനി ഒരിക്കലും അനധികൃത കുടിയേറ്റക്കാരെ ഞങ്ങൾ ഇവിടേക്ക് കയറ്റില്ല, ഞങ്ങൾ സ്റ്റീൽ ഭയങ്കര എന്താ പറയുക ഉയരത്തിൽ മതിൽ കെട്ടാൻ പോവുകയാണ് മെക്സിക്കൻ ബോർഡറിൽ നിന്നുണ്ട്. അതിനും അദ്ദേഹത്തിന് പറഞ്ഞു മനുഷ്യാവകാശ ലംഘനം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ ആസാം ബംഗാൾ ഏരിയയിൽ അവരുടെ അതിർത്തിയിൽ ബംഗ്ലാദേശുമായിട്ട് അതിർത്തിയുണ്ട് ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും. അവിടെ മതിൽ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിയാൻമാർ ഇങ്ങോട്ട് കയറുന്നത് ഇല്ലാതാവും. പിന്നെ ഉള്ള അനധികൃതമായിട്ട് ഇവിടെ പാർക്കാൻ പെർമിഷൻ ഇല്ലാത്ത മിയാൻമാരെയൊക്കെ തിരിച്ചയക്കും എന്ന് പറഞ്ഞാൽ അവർ അയച്ചിരിക്കും. നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ്, പൗരന്മാരുടെ ഒരു നാഷണൽ രജിസ്റ്റർ രൂപീകരിക്കണം എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി ഇട്ടിരിക്കുന്നത്. അതിനെ ഏറ്റവും കൂടുതൽ എതിർക്കണ കോൺഗ്രസും പിന്നെ CPM ആണ്. അപ്പം അതിനെയൊക്കെ ബൈപ്പാസ് ചെയ്തിട്ടാണ്, ആ എതിർപ്പിനെയൊക്കെ തട്ടി നീക്കിക്കൊണ്ടാണ് ഹിമന്ത ബിശ്വ ശർമ്മ രണ്ടാമതും ഇത്ര ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തുന്നത്. ഒരു അഴിമതി ആരോപണം ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനെതിരെ. ഒരു വർഗീയ ലഹള പോലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ആസാമിൽ നിന്ന്. അപ്പം നാച്ചുറലി ജനങ്ങൾക്ക് തോന്നി ഇദ്ദേഹത്തിന് തന്നെയാണ് അവസരം കൊടുക്കേണ്ടത്, ഇദ്ദേഹം ഞങ്ങളുടെ രക്ഷകനാണ് എന്ന് തോന്നിയിട്ടാണ് ഈ ആസാമിലെ ജനങ്ങൾ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്തത്. അവിടെ മതപരിവർത്തനമൊക്കെ വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് പോയ ക്രൈസ്തവ പുരോഹിതന്മാരൊക്കെ അവർ വളരെ വിജയകരമായിട്ട് അവിടെ മതപരിവർത്തനം വളരെ രഹസ്യമായിട്ടും ഗോപ്യമായിട്ടും നടത്തി വരികയാണ്. അതിപ്പോൾ അവർ കാലക്രമേണ പിടിച്ചോളൂ. അവർ ഈ പോപ്പുലേഷനിലെ വ്യത്യാസം വരുമ്പോൾ അവർക്ക് മനസ്സിലാവും അത്. ഏതായാലും ഈ പശ്ചിമ ബംഗാളുമായിട്ട് സഹകരിച്ചു പോകാൻ കൂടി ആസാം തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അപൂർവമായൊരു സംഭവമാണ്. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ എല്ലാ മേഖലകളിലും ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളത്. ഇപ്പോൾ കേരളവും തമിഴ്നാടും തമ്മിൽ നോക്കി എന്നും വഴക്കല്ലേ. മുല്ലപ്പെരിയാർ അണക്കെട്ട്, പിന്നെ പറമ്പിക്കുള്ള ആളിയാർ പദ്ധതി, അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട് ഇരു കൂട്ടർക്കും. ഒരെണ്ണത്തിലും ഒരു കൂട്ടർ അയയുമ്പോൾ മറ്റേ ആ കൂട്ടർ മുറുകും. ആ രീതിയിലാണ് പോണത് മുഴുവൻ. അപ്പോൾ ഇത് രണ്ട് സംസ്ഥാനങ്ങൾക്കും അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ല. അതവർ പരിഹരിക്കും. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ പരസ്പര സഹകരണത്തോടുകൂടി മുമ്പോട്ട് പോകും. ഇപ്പോൾ പലതും ഊർജ ഉൽപാദനം, വൈദ്യുതി ഉൽപാദനം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇരു കൂട്ടർക്കും നന്നായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ പറ്റുകയാണെങ്കിൽ വടക്ക് കിഴക്കൻ ഭാരതത്തിലെ പവർ പ്രശ്നങ്ങൾക്കും ഈ ഊർജ പ്രതിസന്ധിക്കൊക്കെ വൻ പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അത് മാത്രമല്ല, ആസാമിൽ വൻകിട കമ്പനികളും വ്യവസായങ്ങളും എല്ലാം വരും. കൃഷി വളരെ ഇതായിട്ട് നടത്താൻ സാധിക്കും അവർക്ക്. ബ്രഹ്മപുത്ര നദിയിലെ വെള്ളമുണ്ട്. അപ്പോൾ അതിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ആസാമിനെയും ബംഗാളിനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ടുള്ളത്. അതവർ കഴിയുന്നതും പരിഹരിക്കുന്ന വിചാരിക്കുക. പിന്നെ വളരെ സുതാര്യമായിട്ടുള്ള ഇടപാടാണ് ആസാം ഗവൺമെൻറ് കഴിഞ്ഞ 5 വർഷം ചെയ്തുകൊണ്ടിരുന്നത്. അത് തന്നെ അവർക്കൊരു നല്ല പേരുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആസാം ഇന്ത്യയിലെ നമ്പർ 1 സംസ്ഥാനമായിട്ട് വരുന്ന കാലം അതിവിദൂരമല്ല. ഹിമന്ത ബിശ്വ ശർമ്മ അതിനുള്ള കപ്പാസിറ്റി ഉള്ള മനുഷ്യനാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം.
C4N കൂടെ C4N, സി എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർത്ത് വെച്ചാൽ ഫോർ, എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.